എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോകുന്നത് ഒരു വണ്ടി എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ എന്താണ് ഇത്ര വലിയ പ്രയാസം. ഡ്രൈവിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയുള്ള ഒരു കാര്യമാണ്. പക്ഷേ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് വണ്ടി പതിയെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രൈവിംഗ് നല്ലതായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, പണ്ട് ഞാൻ വണ്ടി സ്വന്തമായിട്ടൊന്ന് മൂവ് ചെയ്യിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ വണ്ടി പതിയെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് നിർത്തിയിട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ ചെയ്യണം, ഇന്നത്തെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് എൻഗേജറാക്കി വെച്ചിട്ടുണ്ട്. എൻഗേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാവും. നോക്കിയേ, ഇതാ ഇപ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, ഇതാ വീണ്ടും എൻഗേജർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻഗേജർ പൊസിഷൻ ഉണ്ടാവുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ ന്യൂട്രൽ അല്ലേ എന്ന് നോക്കണം. ഇതാ ഗിയർ ഇപ്പോൾ ന്യൂട്രലാണ് ഉള്ളത്. ന്യൂട്രൽ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കണം. അപ്പോൾ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ന്യൂട്രൽ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിലെ ഓപ്പറേഷനാണ്. കാലുകൊണ്ട് എങ്ങനെ ചെയ്യണം. ബ്രേക്കും ക്ലച്ചും നമ്മൾ നന്നായിട്ട് ചവിട്ടി പിടിച്ചിരിക്കണം. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിതാ ബ്രേക്കും ക്ലച്ചും നന്നായി ചവിട്ടി പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ചവിട്ടി പിടിച്ചിരിക്കണം. അതിനുശേഷം എന്താ ചെയ്യുക, അതിനുശേഷം ചാവി ഉപയോഗിച്ച് വണ്ടി ഓൺ ചെയ്യാൻ പോവുകയാണ്. ചാവി കറക്റ്റ് സ്ലോട്ടിലേക്ക് ഇടുക. ഇതാ കണ്ടില്ലേ? ഇനി ഞാനിതാ പതിയെ ഒരു സ്റ്റെപ്പ് തിരിച്ചു, കണ്ടില്ലേ? ഇപ്പോൾ ഒരു സ്റ്റെപ്പാണ് തിരിച്ചത്. രണ്ടാമത്തെ സ്റ്റെപ്പ് തിരിച്ചു കഴിയുമ്പോൾ ഇതാ കുറേ ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കാണും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടി ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് വേണം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്ലച്ചിലും ബ്രേക്കിലും ഞാൻ കാല് അതേപോലെ വെച്ചിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു നിരപ്പായ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഞാനിതാ പതിയെ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ ആക്കാൻ കൈ ഇതാ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ സൈഡിലേക്ക് അടുപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് ആക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, കണ്ടില്ലേ? ഇനിയാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. നോക്കുക, നിങ്ങൾ പതിയെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യുക. ഞാനിതാ ബ്രേക്കിൽ നിന്ന് കാല് പതിയെ റിലീസ് ചെയ്യുന്നു. ക്ലച്ച് അതേപോലെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്തു, കണ്ടില്ലേ? ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതിയെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പതിയെ ചെയ്യണം. അത് തിരക്ക് കൂട്ടരുത്. പതിയെ ക്ലച്ചിൽ നിന്ന് ഇതേപോലെ കാല് റിലീസ് ചെയ്യുക. പതിയെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക. ഹാഫ് ക്ലച്ച് പൊസിഷൻ ആവുമ്പോൾ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്ത് വരുമ്പോൾ വണ്ടി പതിയെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാ ക്ലച്ച് കുറേശ്ശെ റിലീസ് ചെയ്യുകയാണ്. ഇതാ പതിയെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. നോക്കി നിങ്ങൾ, വണ്ടി പതിയെ മൂവ് ചെയ്യുന്നു, കണ്ടില്ലേ? പതിയെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വണ്ടിയുടെ സ്പീഡ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പതിയെ ബ്രേക്ക് ചെയ്യുക. ഇതാ പതിയെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് ഇതാ വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ക്ലച്ചിലെ കാലെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അവിടെ തന്നെ വെച്ചിരിക്കണം. ഇനി ഇതാ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ നോക്കിയേ, വീണ്ടും വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഇതാ ബ്രേക്ക് ചെയ്ത് നിർത്തി. ഇവിടെ ഒന്നും വണ്ടി ഓഫായിട്ടില്ല, കാരണം എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലാണ്. അവിടുന്ന് ഞാൻ നീക്കിയിട്ടേ ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ഫുള്ളായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിലോ, ഇതാ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ നിങ്ങൾക്ക് നിർത്താം. എഞ്ചിൻ ഓഫാകുന്ന പേടിയൊന്നും വേണ്ട. വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുക. എന്താ ബ്രേക്കിൽ നിന്ന് ഞാൻ ഫുള്ളായിട്ട് കാലെടുത്തു. പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഇപ്പോൾ ഇതാ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് ഫുള്ളായി ചവിട്ടിയിട്ട് നിങ്ങൾക്ക് വണ്ടി നിർത്താം. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിയർ ഇതാ ന്യൂട്രൽ ആക്കുക. ക്ലച്ച് ചവിട്ടി പിടിച്ചിരിക്കണം. ഹാൻഡ് ബ്രേക്ക് എൻഗേജർ ആക്കുക. അതിനുശേഷം ഇതാ നിങ്ങൾക്ക് ചാവി ബാക്കിലേക്ക് ഇങ്ങനെ തിരിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം ചാവി എടുക്കുക. ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി മനസ്സിലാക്കുക, വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിററിന്റെ സെറ്റിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ്, സീറ്റിന്റെ സെറ്റിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ വണ്ടി ഇപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ടാക്കി കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നിർത്തേണ്ടത് എന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊരു മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം.
ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്ലെയിനായ സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് വേണം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. ജസ്റ്റ് ആ മൂവ്മെന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ് ബ്രേക്കിന്റെ കേസ് നിങ്ങൾ മനസ്സിലാക്കുക. വണ്ടി നിർത്തി പുറത്തിറങ്ങുന്നതിന് മുന്നേ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടിരിക്കണം. ഇനി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൂടി സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും ആക്സിലറേറ്റർ ഇവിടെ കൊടുക്കരുത്. കൊടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. ക്ലച്ചിൽ മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂട്ടോ. വളരെ ഈസിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കാര്യങ്ങൾ. എന്തായാലും ഡീറ്റെയിൽ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർ വീഡിയോ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്ത് വളരെ സേഫ്റ്റിയോടുകൂടി മാത്രം പിന്നെ വണ്ടിയിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. നല്ല ഡ്രൈവിംഗ് അറിയുന്ന ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടാം. ഇനിയിപ്പോൾ മുറ്റത്തുനിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിയെ ഇത് ചെയ്ത് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ആക്സിലറേറ്റർ കൊടുക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുക. ബ്രേക്കിൽ എപ്പോഴും കാല് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി നിർത്താൻ ശ്രമിക്കണം. അങ്ങനെ ചവിട്ടുമ്പോൾ ക്ലച്ച് കൂടി ചവിട്ടാൻ നിങ്ങൾ മറന്നു പോകരുത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്ലച്ച് ഉപയോഗിച്ച് വണ്ടി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എന്തായാലും കൂടുതൽ വ്ളോഗ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. സേഫ്റ്റി മറക്കരുത്. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.